ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു കൊഴക്കട്ട് ശനിയാഴ്ച. അപ്പം ഇന്ന് കൊഴക്കട്ട് ശനിയാഴ്ച ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കൊഴക്കട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് കേസ്. പലരും ഇതിനോടകം കൊഴക്കട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. എന്താണെന്നറിയില്ല, എന്നെനിക്ക് പതിവില്ലാത്തൊരു മടി, അല്ലെങ്കിൽ നല്ല ദിവസം വരുമ്പോൾ എനിക്കൊരു മടിയുള്ളതാണ്. ബട്ട് ദി ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന പോലെ കൊഴക്കട്ട് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ടു മേക്ക് കൊഴക്കട്ട. അപ്പം ഞാൻ കൊഴക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കിച്ചണിലെത്തി. അപ്പം നമുക്ക് കൊഴക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് വേഗം മാവ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടി, ഉപ്പ്, കുറച്ച് നെയ്യും കൂടെ ചേർക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴക്കട്ട കിട്ടാൻ വേണ്ടി നെയ്യ് ചേർക്കുന്നത് നല്ലതാണ്. നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തു. നമ്മുടെ ഡോവിൻ്റെ പ്രിപ്പറേഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ കൊഴുക്കട്ടയുടെ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും. അപ്പോൾ ഇതാണ് ആദ്യത്തെ കടപ്പ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ശർക്കര പാനിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ദയവിട്ട് തിളച്ചു. അപ്പോൾ ഞാനത് അരിച്ചെടുത്തു. പിന്നെ അതിലേക്ക് തേങ്ങ, ജീരകം, ഏലക്ക, പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഞാൻ നല്ലതായിട്ട് വഴറ്റിയെടുത്തു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ബോൾസൊക്കെ ആക്കിയിട്ട് ഞാനത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡിയായിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര ചൂടാണ്. ചൂടോട് കഴിക്കുമ്പോഴാണ് പക്ഷെ അതിൻ്റെ ടേസ്റ്റ്. അപ്പം നമ്മുടെ കൊഴുക്കട്ട ശനിയാഴ്ചയിലെ കൊഴുക്കട്ടയുടെ പരിപാടി ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ